RSS എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവര് പാർട്ടിയല്ല, അതിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഉണ്ട് ഞാൻ കണ്ട RSSൽ. അവർക്കൊരു ഹിന്ദു എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല, അവർക്ക് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ബോധം മാത്രമേ ഞാൻ കണ്ട വലിയ വലിയ RSSകാരിലുള്ളൂ. ഇവർ ഈ പറഞ്ഞുണ്ടാക്കണുണ്ടോ എല്ലാവർക്കും വന്ന് ചേരാം. അപ്പൊ നമ്മൾ പോയാലും ചേരാൻ പറ്റും. അപ്പൊ RSS അജണ്ട RSSനെതിരെയാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഞാൻ അടങ്ങുന്ന ഹിന്ദുക്കളെയാണ് അവർ ഉന്മൂലനം ചെയ്യുന്നു പറയണത്. വേറെ എവിടുന്നോ വന്ന ഒരു മതം ഇവിടെ വന്ന് ഈ സനാതന ധർമ്മം ആക്സെപ്റ്റ് ചെയ്ത ഇത്രയും ആയിരക്കണക്കിന് ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും ഉള്ള ഒരു മതമായോണ്ടാണ്, മതമല്ല ഒരു ഉന്മൂലനം ചെയ്യലിന്റെ പിന്നെ ആദ്യ പടി എന്ന നിലയിലാണല്ലോ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്, സന്ദേശ് കാലിയിലേതുപോലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെയൊക്കെ ആദ്യപടിയായിട്ട് കാണണം. കാരണം 2047 ഇവരുടെ ലക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഗവർണർ ആണെങ്കിലും ആരാണെങ്കിലും ഇതിനു വേണ്ടിയിട്ട് വെറും ഒരു പ്രധാനമന്ത്രിക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റില്ല. അവര് വിത്തിടും, ആ വിത്ത് കിളർത്തിട്ട് അതിനെ പിന്നെ ഒപ്പോസ് ചെയ്യുമ്പോ അത് ഒന്നായിട്ട് കമ്മ്യൂണൽ റൈറ്റ് ആയി മാറും. 24 ഇലക്ഷൻ ഇപ്പൊ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നായിട്ട് പ്രശ്നമാക്കൂ. പുറത്തിറങ്ങി നടക്കാൻ പോലും പേടിയാ നമ്മളെ പോലെയുള്ളവർക്ക്. കാരണം എല്ലാം ചെയ്ത് എല്ലാം RSS BJP എന്നുള്ള പേരിലിടാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയല്ല, RSSനെതിരെയാണ്. എന്താ പറഞ്ഞാൽ അർത്ഥം ഹിന്ദുത്വനെ അപ്രൂവ് ചെയ്യുന്ന RSSനെതിരെയാണോ? RSSൽ ഹിന്ദുക്കൾ മാത്രമാണോ ഉള്ളത്? ഭാരതത്തിന്റെ സംസ്കാരമല്ലേ ഹിന്ദുത്വം പറയുന്നത്. അപ്പൊ ഭാരതത്തിന്റെ സംസ്കാരത്തെ തകർത്ത് ഞങ്ങൾ ഇവിടെ ഇസ്ലാമിക രാജ്യം കൊണ്ടുവരുമെന്ന് പറയണ ആ ഒരു കാര്യത്തിന് അങ്ങനത്തെ ഒരു വർഗീയത, സെക്യുലറിസം, എന്ത് സെക്യുലറിസം അവരെ എഴുതി വെച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ? അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പേരിൽ ഒരു കേസ് എടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവണോ? പോലീസ് കേസ് എടുക്കൂല. പെണ്ണുങ്ങൾ ഇപ്പോ വെസ്റ്റ് ബംഗാളിലുള്ള കേസിനെ പറ്റി പറഞ്ഞു. പെണ്ണുങ്ങള് എത്ര കേസുകൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ വന്നപ്പോ വീട് തീയിട്ട ഒരു മനുഷ്യന്റെ കേസ് ഇന്ന് വരെ അന്വേഷണം പൂർത്തിയായില്ല. പിന്നെ അതിന്റെ പ്രതിനെ അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. SP ആയിട്ട് ഞാൻ സംസാരിച്ച് SP പോലും നിസ്സഹായനായിട്ട് കൈ മലർത്തുന്നത്. വീട് തീയിട്ടേന്. പിന്നെ ഭർത്താവ് പെണ്ണ് കെട്ടി പോയി, അപ്പൊ ഇവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കേസും ഇവരെ വീട് അവര് വിൽക്കാൻ പോണ കേസും പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോ ഇത് ഞങ്ങളെ കേസല്ല, അയാൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത് അത് വിട്ട്. ഇങ്ങനെ ഓരോ കേസ്, ഏതൊരു കേസ് അത് കേരളത്തിലെ കാര്യ പറയണേ. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാ വരുന്നത്. അതേ സാധനം തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത്, അതിന്റെ വേറൊരു പകർപ്പ്. അപ്പൊ കേരളത്തില് പിന്നെ കമ്മ്യൂണിസ്റ്റിനും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിനും എഴുത്തുകാരും എല്ലാം, ഞാനതാ ജീവിതത്തിൽ ഞാൻ ആകെ പഠിച്ച ഒരു കാര്യം അറിയാതെ പോയത്. എല്ലാ എഴുത്തുകാരും ഇങ്ങനെ മനുഷ്യനും രാജ്യത്തിനോട് സ്നേഹമില്ലാത്തവരും ആണല്ലോ, വിദേശ മതങ്ങളോട്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഇവരെയൊക്കെ കൂടുതൽ മനസ്സിലായി. എഴുത്തുകാരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദൈവങ്ങളെ പോലെ സങ്കല്പിക്കുന്നതായിരുന്നു. അപ്പൊ അവർക്കെല്ലാം ഒരേ ഒരു അജണ്ടയാണ്. എങ്ങനെ ഈ ഭാരത സംസ്കാരം ഒക്കെ മിത്ത്, സ്റ്റോറി, എല്ലാം സ്റ്റോറി തന്നെയാ. സ്റ്റോറിയാണോ നോക്കിയാ നമ്മളൊക്കെ ഉണ്ടായാലും സ്റ്റോറി, 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളും സ്റ്റോറി ആവും അല്ലെ? അപ്പൊ ഇവരൊക്കെ എന്താ ഈ സ്റ്റോറി ഉദ്ദേശിക്കുന്നത്? വിശ്വാസം ഇല്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ സ്വയം വിശ്വസിക്കുകയാണെങ്കിലും ഇത് ചെയ്യൂല. ഞാനൊരു യുക്തിവാദിനെ കുറ്റം പറയില്ല, കാരണം അവനിലെ വിശ്വാസമുണ്ട്, അവന്റെ മനസ്സിലെ ദൈവത്തിനെ അവൻ ആരാധിക്കുന്നു, അവൻ തന്നെ ദൈവമാവുന്ന അവസ്ഥയാണത്. അതുകൊണ്ട് നമുക്കത് പറയും. ഇത് പക്ഷെ അങ്ങനെയല്ല, ദൈവം ഇല്ല എന്ന് കുറ്റവും പറയും. ദൈവത്തിന്റെ കൂടെ നടന്നിട്ട് ദൈവം പറഞ്ഞിട്ട് കൊല്ലണവരെയും ഇതിനു വേണ്ടിയിട്ട് ആരെങ്കിലും വിളക്ക് കത്തിച്ചോ, ആരെങ്കിലും ചരട് കെട്ടിയോ, ആരെങ്കിലും പൂ വെച്ചോ, ആരെയും പൊട്ടു തൊട്ടോ, ഇതെല്ലാം ഇന്ത്യന്റെ സംസ്കാരത്തിലുള്ളതാണ്. സൗദി അറേബ്യയിൽ പോയാൽ പറഞ്ഞിടണ്ടേ ഹിന്ദു പെണ്ണുങ്ങളും? അതെന്താ അവിടെ പോയി ചെയ്യുന്നത്? അതേപോലെ തന്നെയാ നമ്മൾ ഇവിടെ പോകുമ്പോ ഒരു അമ്പലത്തിൽ കയറുമ്പോ പൊട്ടു തോന്നും. അല്ല, അവിടെ ഉപനിഷത്ത് പഠിപ്പിക്കുന്നതിലും ഒരു കുഴപ്പമില്ല. സൗദി അറേബ്യയില് എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്, സുഗമമായി പോകുന്നുണ്ട്. കേരളത്തിൽ വരുമ്പോഴാണ് എല്ലാം പ്രശ്നം. എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം കേരളമാണ്.